ധർമ്മരാജൻ അവരോടൊപ്പം ജീവിക്കാനാണോ താല്പര്യം? മാഡം, എനിക്ക് ഇന്നുവരെ അയാളുടെ പരാതിയിൽ ഈ പരാതി ഇവിടുന്ന് ഫോൺ വിളിച്ച് എന്നോട് വേറെ അറിയിക്കുന്നതിന്റെ തലേന്ന് ഞാൻ അവരുടെ വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് പോയത് തന്നെ. വീട്ടിൽ വന്നാലും ആഹാരം കഴിക്കുക, എൻ്റെ അടുത്ത് മിണ്ടത്തിൽ അവിടെ കിടന്നുറങ്ങും. രാത്രി ഉറക്കം, പകലും ഉറക്കം. ഭദ്രാവതി അവരുടെ പുള്ളി താമസിക്കുന്ന വീട്ടിൽ ചെന്നാലും ഉറക്കം. കുടുംബത്തിന്റെ കാര്യങ്ങളോ വീടിന്റെ കാര്യങ്ങളോ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇയാൾ വഴക്ക് പറയാന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്തോണ്ട് അങ്ങ് പോയേക്കും. ഒരു കാര്യവും സംസാരിക്കാൻ എനിക്കൊരു സ്വഭാവമുണ്ട് മാഡം. അയാൾ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഞാൻ മൗനം പാലിക്കത്തേ ഉള്ളൂ. ഞാൻ വഴക്ക് പറയത്തില്ല, കാരണം പിന്നെ തമ്മിത്തല്ലാവും. അതുകൊണ്ട് ഞാൻ മൗനം പാലിക്കത്തേ ഉള്ളൂ. അതിന്റെ സ്വഭാവം. ഞാൻ പറയും, അദ്ദേഹം സംസാരിച്ചത് നിങ്ങൾ സംസാരിക്കോ? അദ്ദേഹം ഒന്നും സംസാരിക്കത്തില്ലല്ലോ. നിങ്ങൾ സംസാരിക്കുമോ? സംസാരിക്കുമ്പോ അദ്ദേഹം മൗനം പാലിക്കും. കാരണം രണ്ടുപേരും കൂടെ ബഹളം ഉണ്ടാക്കണം. പക്ഷെ പുള്ളി അതല്ല, എനിക്കതൊന്നും കേൾക്കണ്ട, അതല്ല നിന്റെ കാര്യം. ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ട് ഹാഫ് ഉള്ളപ്പോൾ നൈറ്റ് കഴിഞ്ഞാണ് ഹാഫ് വരുന്നത്. എനിക്ക് ഹാഫ് ഉള്ളപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് വീട്ടിലോട്ട്. അപ്പം സുഖമായിട്ട് ഉറങ്ങിപ്പോവും. നൈറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് വരുന്നത്. ഞാൻ ഉറങ്ങാൻ എന്ത് ചെയ്യും? അത് ശനിയാഴ്ച മാത്രം, എല്ലാ മാസത്തിൽ ഒരിക്കൽ. പിറ്റേന്ന് രാവിലെ ഞാൻ പിന്നെ എന്താ കുഴപ്പം നിങ്ങൾക്ക്? എന്തേ ശനിയാഴ്ച മാത്രമേ ഉള്ളൂ? ശനിയാഴ്ച മാത്രമേ വീട്ടിൽ വരൂ. അത് മാസത്തിൽ ഹാഫാണ് എനിക്ക്. വെള്ളിയാഴ്ച നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ടാണ് ശനിയാഴ്ച ഹാഫ് ദിവസം ശനിയാഴ്ച അയാളുടെ വീട്ടിലോട്ട് പോകുന്നത്. പിന്നെ ഞായറാഴ്ച ഫസ്റ്റ് രാവിലെ 7 മണിക്ക് പിന്നെ ഡ്യൂട്ടി കയറാണ് തിരിച്ചാണ്. അപ്പൊ ഉറക്കം വന്നു പോകും സാറ്. അപ്പൊ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴോ ഓഫ് ഉള്ള ദിവസം, ഫസ്റ്റ് ഷിഫ്റ്റ് ഉള്ള ദിവസം, സെക്കൻഡ് ഷിഫ്റ്റ് ഉള്ളപ്പോൾ ട്രെയിനകത്ത് റിസർവേഷൻ വണ്ടി കയറ്റാനായിട്ട് വരും. റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് എന്നെ അവിടെ ഇരുത്തിയിട്ട് അപ്പുറത്ത് മാറി നിന്നുറങ്ങും. ജീവിക്കാനല്ലേ താല്പര്യം? പക്ഷെ നിങ്ങളിപ്പോ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ടല്ലേ താമസിക്കുന്നത്? രണ്ട് സ്ഥലത്തായിട്ടെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ റിട്ടയർഡ് ആയി മാഡം. കഴിഞ്ഞ മാസം 30-ാം തീയതി ഞാൻ റിട്ടയർഡ് ആയി. ഇനിയിപ്പോ എവിടെയെങ്കിലും ചെറിയ വേറെ ജോലിക്ക് പോകണമെന്നും ഒരു താല്പര്യമുണ്ട്. അതായിക്കോട്ടെ. പക്ഷെ നിങ്ങളുടെ താമസം കുഞ്ഞുങ്ങളും ഭാര്യയും കൂടെ ആവണം എന്നുണ്ടോ നിങ്ങൾക്ക്? സത്യമായിട്ടുണ്ട്, 100%. ആണോ? പിന്നെന്തോ പോവാത്തെ? എവിടെ? അവിടെ പോയി താമസിക്കാൻ ഒറ്റയ്ക്ക് അവിടെ താമസിക്കാന്നല്ലേ? ഒരു മാസം അവരുടെ വീട്ടിൽ നിങ്ങളത്തെ താമസിക്കാത്ത? മക്കളും ഭാര്യയും താമസിക്കുന്നിടത്ത് എന്താ താമസിക്കാത്ത? എന്റെ പൊന്നെ, ഒരു മിനിറ്റ്. ഞാൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലാണ് സാധനം എല്ലാം ഉള്ളത്. അയാളുടെ കുറെ ചെടികളും ഉണ്ട്. 2-3 ചെടിക്ക് വേണ്ടി നിങ്ങൾ വേറെ താമസിക്കുന്നത് ശരിയല്ല. ഫർണിച്ചർ എന്ന് പറയുന്ന മരത്തിന്റെ ഒന്നുമില്ല, എല്ലാം ഇരുമ്പിന്റെതാ. ഈ ഫർണിച്ചർ ആണോ പ്രോബ്ലം? ഫർണിച്ചർ ഒന്നുമല്ല. പിന്നെ 3 ചെടിയാണോ? എന്തിനാ ഇവിടെ താമസിക്കുന്നു ധർമ്മരാജ്? ഭാര്യയും മക്കളും അപ്പുറത്ത് താമസിക്കുമ്പോ നിങ്ങൾ എന്തിനവിടെ താമസിക്കുന്നു? 3 ഫർണിച്ചറിന് വേണ്ടി 3 ചെടിച്ചട്ടിക്ക് വേണ്ടി താമസിക്കുന്നത് ഒരു കോടതി അംഗീകരിക്കത്തില്ല. അങ്ങനെയല്ല, കമ്പനിയിൽ പല ഡോക്യുമെന്റ്സ് കൊടുക്കാണ്. ഞാൻ റിട്ടയർഡ് ആയതിന്റെ PF ആപ്ലിക്കേഷന്, സൂപ്പർവിഷൻ ആപ്ലിക്കേഷന്, പല ആപ്ലിക്കേഷനും ക്ലിയറൻസ് ചെയ്യാനുണ്ട്. ഇതെല്ലാം ആലോചിച്ച് അവിടെ പോരാൻ പറ്റത്തില്ല. അതിന്റെ കൂടെ മറ്റു ചെടികളും മറ്റു സാധനങ്ങളും വീടും. നാളെ തന്നെ ഇവിടുന്ന് ഇറങ്ങിയ നേരെ അവരുടെ വീട്ടിൽ തന്നെ പോവാം. അംബികയ്ക്കും മക്കൾക്കുള്ള നിങ്ങളുടെ ഒരു സ്വഭാവത്തിലെ ചെറിയ ചില സവിശേഷതകളെന്നല്ല, വൈകല്യങ്ങൾ, ആ പ്രശ്നം നിങ്ങൾ പരിഹരിക്കണം. മക്കൾ മുതിർന്നു, സന്തോഷം എന്നുള്ള ഒരു ആഗ്രഹം അവർ പറഞ്ഞു. 100%. സൈക്കാട്രിസ്റ്റിനകത്ത് ഒരു ഗുളികയുടെ കാര്യം പറഞ്ഞില്ലേ? അത് കഴിച്ചാൽ നോർമലാവും, പ്രശ്നം തീരുമോ? സൈക്കാട്രിസ്റ്റ് ഞാൻ കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? അയാൾ ബിപിയുടെ ഗുളിക എഴുതിയത് അല്ലല്ല, വേറൊരു ഗുളികയാണ്. കൊല്ലത്ത് ക്ലിയല്ലൂരിൽ വന്നപ്പോ നമ്മളെ അവിടെ ചെന്നപ്പോ ഞാൻ ഇതേപോലെ പുള്ളിയുടെ പ്രശ്നം പറഞ്ഞു. അപ്പൊ എന്റെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, സാറേ അവർക്കെല്ലാം അറിയാം, അവർക്ക് എല്ലാ ഡീറ്റെയിലും അറിയാം. സാറിന് എന്തെങ്കിലും എനിക്ക് അതേ രീതിയിൽ സെക്സിനോട് ഇഷ്ടമില്ലാതെ എന്തെങ്കിലും അത് നിർത്തണമെന്നുള്ള ഏതെങ്കിലും ഒരു ഗുളിക തന്നാൽ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അവരൊരു മരുന്ന് എഴുതി കൊടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ ഇത് മുമ്പോട്ട് എന്തെങ്കിലും പ്രോബ്ലം ആകുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ചില ഫാമിലിക്ക് പ്രോബ്ലം ആവും. ഞാൻ പറഞ്ഞു, സാർ അങ്ങനെയുള്ളത് വേണ്ടാന്ന് പറഞ്ഞു. ഈ നിങ്ങളുടെ സഹോദരി ലീലയെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരു വീട്ടിൽ വന്ന് താമസിച്ചതും ആ സമയത്ത് ഇവർ തങ്ങളിലുള്ള ചില സൗന്ദര്യപ്പടക്കങ്ങളും അതും ഇതുമൊക്കെ. പിന്നെ ഒരിക്കലും ഒരു സഹോദരനിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തോട്ടുള്ള ചില സംഗതികളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നിങ്ങൾ അതിനുശേഷം ആ സഹോദരിമാരെ കുറിച്ച് തന്നെ ചില നിങ്ങളുടെ സംസാരവും ചില രീതികളും ഒക്കെ നമുക്കൊരിക്കലും പറയാൻ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാനിവിടെ മാഡം, ഞാൻ അയാളെ അതിയായി സ്നേഹിച്ച് വിശ്വസിച്ച് പറയാൻ പാടില്ലാത്ത പലതും അയാളോട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പോയിന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇതെല്ലാം കൊള്ളുന്നതായിരിക്കും. അല്ല, അദ്ദേഹത്തോട് ഇവരോട് ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ വളരെ രഹസ്യമായിട്ട് പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ. അത് പരസ്യമാക്കി. എനിക്ക് ഇങ്ങനെ ഒരു കളിപ്പ് പറ്റിയിട്ടുണ്ട്. അത് അയാളെ വിശ്വസിച്ച് പറഞ്ഞത് തെറ്റാണ്. അല്ല ധർമ്മരാജ്, അമ്പ എനിക്ക് ഒരു മിനിറ്റ്
ആരെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചു പറഞ്ഞു എന്ന് പറയുന്നതിലൊന്നും അമ്പിയയ്ക്ക് പരാതിയില്ല. സ്വന്തം സഹോദരിമാരെന്ന് പറയുന്നത് ആ വാക്കിന് എത്രയോ പവിത്രമായ ഒരു അർത്ഥമുണ്ട്. അതിനത്രയും വലിയൊരു വികല്പം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ സംസാരിച്ചതാണ് ആ സ്ത്രീക്ക് അവരുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെ വേണ്ടാത്ത ആക്കി എടുത്തത് ആ പോയിന്റിനെ മറിച്ച് തമാശയിൽ പറഞ്ഞത് അർത്ഥം മാറി. തമാശയിൽ പറഞ്ഞ പോയിന്റ് എന്തോ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ കഴിഞ്ഞു. രാത്രി ബസ് സ്റ്റോപ്പിലെ കൊണ്ടിട്ട കാര്യം പറഞ്ഞായിരുന്നു. ഷിമോഗ ബസ് സ്റ്റാൻഡിൽ രാത്രി കൊണ്ടുവിട്ടു. എത്രയോ വട്ടെ ഷിമോഗയില് തരീക്കര ഇവിടെ എല്ലാം എന്നെ കൊണ്ടുപോയില്ലോ. എന്തുവായിരുന്നു എൻ്റെ അടുത്ത് പറയുന്ന അന്നേരമൊക്കെ? എന്തോത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഇതുമൂലം എന്തൊക്കെ ഉണ്ടെന്ന ഷിമോഗ കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് എന്നെ അവിടെ നിർത്തിയിട്ട് വേറൊരു സ്ത്രീയായിട്ട് പോയി സംസാരിച്ചില്ലയോ? അതേപോലെ എത്രയോ വട്ടം ഫോൺ ചെയ്യിപ്പിച്ചില്ലയോ? ഇതൊക്കെ ഞാൻ പല പ്രാവശ്യവും നിങ്ങളുടെ അടുത്ത് താക്കീതില്ലയോ? എനിക്കിത് ഇഷ്ടമുള്ള കാര്യമല്ല, എനിക്കിതിനെക്കുറിച്ച് ചിന്ത വരത്തില്ല, നിങ്ങൾ ഇതിനെ നിർബന്ധിക്കരുത്, ഒരു കാരണവശാലും നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലയോ? ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ലീല അവിടെ വന്ന കാലം തൊട്ട് പറയാൻ തുടങ്ങിയതാ. നിങ്ങൾ കേട്ടോ? എന്നിട്ട് ഓരോ ദിവസം കഴിയും തോറും അത് കൂടി വന്നിട്ടില്ലാതെ എൻ്റെ മനസ്സിനെയോ എൻ്റെ സ്നേഹത്തിനും നിങ്ങൾ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ഒരിക്കൽ? ഇയാൾ അതിനകത്തോട് യോജിപ്പുണ്ടായിരുന്നല്ലോ ആദ്യമേ. ഏതിന് യോജിപ്പുണ്ടായിരുന്നു? പോകാമെന്ന്. എങ്ങനെ വരാമെന്ന് ഞാൻ യോജിപ്പിച്ചോ? ഞാനെങ്കിൽ പിന്നെ ഇവിടെ ഒന്ന് പറയേണ്ടെന്ന് ആവശ്യം എന്തുവാ? എന്തിനു പറയണമായിരുന്നു ഞാൻ? ഇത് എൻ്റെ മനസ്സ്, ഞാൻ എത്ര വിങ്ങുന്നു, എത്ര കരയുന്നുണ്ട്, ഞാൻ ആരോടും പറയാൻ പറ്റാതെ 23 വർഷം ഒളിച്ച് ഞാൻ ഉള്ളിൽ ഒതുക്കി, എൻ്റെ മക്കൾ പോലും അറിയാതെ. ഇതെല്ലാം ഇപ്പൊ കഴിഞ്ഞ കാര്യങ്ങളല്ലേ? ഓരോന്ന് പറയുമ്പോഴും പറയുന്ന കഴിഞ്ഞ കാര്യമല്ലേ? കഴിഞ്ഞതങ്ങ് കളഞ്ഞേരെ, ഇനി അതൊന്നും കുത്തിപ്പൊക്കണ്ട. ചില തെറ്റുകൾ പറ്റിയെന്ന് ഞാൻ ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അല്ല, ഇത് ചെറിയ തെറ്റൊന്നുമല്ല. രാത്രി ബസ് സ്റ്റോപ്പിൽ വിളിച്ചോണ്ട് പോയിട്ട് കൂടുതൽ പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. എന്റെ താല്പര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നെങ്കിലും വന്നില്ലേ കൂടെ? ഒരു ഭർത്താവ് വിളിച്ചാൽ രാത്രി ആയാലും വരും. എവിടാന്ന്? പക്ഷെ എവിടാന്നറിയത്തില്ല. നിങ്ങൾ ഏത് രീതിയിലാണ് വിളിച്ചോണ്ട് പോകുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലയോ? നിസ്സാരമായിട്ട് ഞങ്ങൾ ഇത് വളരെ ലാഘവത്തോടു കൂടി സംസാരിക്കുന്നു എന്ന് കരുതിയിട്ട് ഇതൊരു ജഡ്ജിങ് പാനലാണ്. ഇവിടുന്ന് കിട്ടുന്ന പിന്നെ നീതി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ കുഴപ്പം ചെയ്യും. നിങ്ങൾ യാതൊരു പശ്ചാത്താപവും ഇല്ലാതെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ, പെങ്ങളെ കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ, കൊച്ചു കുഞ്ഞുങ്ങളെ പിടിച്ച് മടിയിലിരുത്തി അനാവശ്യം കാണിക്കുന്നത് കഴിഞ്ഞുപോയ കാര്യമല്ലേ എന്ന് ഇങ്ങനെ മണ്ടയാട്ടിക്കൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല. ശരിയാണോ അത്? നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പശ്ചാത്താപമുള്ള ഒരു വാക്ക് പറഞ്ഞൂടെ ധർമ്മരാജ്? ഞാൻ എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എന്റെ അകത്തൊരു മൃഗമുണ്ട്, ആ മൃഗം ഇങ്ങനെ ചെയ്യുന്നതാണ് മാഡം, എന്തെങ്കിലും ചികിത്സ ഉണ്ടോ, എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങൾ പറയൂ, ഞാൻ ചെയ്യാം. മാഡം പറഞ്ഞല്ലേ, ഞാൻ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞല്ലേ സാറിനോട് ഞാൻ ആദ്യം. നിങ്ങൾ അങ്ങനെ നിസ്സാരമായിട്ട് അങ്ങനെ ഇതാണ്ടോ ഇങ്ങനെ ഡയലോഗ് എഴുതി കൊണ്ടുവന്ന് വെച്ചേച്ച് ഇങ്ങനെ പണ്ടങ്ങാണ്ട് ഇങ്ങനെ പറ്റിയതാണ്ടോ ഇതിനകത്തൊരു ഡയലോഗ് എഴുതിച്ചുണ്ടോ? എന്റെ ഭാര്യയോട് പറഞ്ഞുകൂടാത്ത കുറെ രഹസ്യങ്ങൾ പറഞ്ഞു. രഹസ്യമാണോ പെങ്ങന്മാരെ കൂട്ടിച്ചേർത്ത് പറയുന്നേ? ആണോ? എല്ലാവരും പറഞ്ഞാൽ കുഴപ്പം. എന്നിട്ട് ആ സ്ത്രീയാണത് പറഞ്ഞതെന്ന് പറഞ്ഞ് നിങ്ങൾ അവരുടെ ബന്ധുക്കളുടെ ഇടയിലൊക്കെ അതൊക്കെ ഇത്രയും നേരം ഞങ്ങളിത് അംബിക പറയുമ്പോഴൊക്കെ ഇതൊരു അതിഭാവുകത്വമായിട്ടാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ഈ വളരെ നിസ്സാരമായ പെരുമാറ്റത്തിൽ നിന്നാണ് മനസ്സിലാവുന്നത് നിങ്ങളിതൊരു സംഗതിയായിട്ട് മനസ്സിൽ കണക്കാക്കിയിട്ടില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും ഹിതകരമായ എന്തുമാകാം, അതിന് യാതൊരു ഇതുമില്ല. പക്ഷെ ആ സ്ത്രീക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണെന്ന് ബോധ്യപ്പെട്ടത് മാറ്റാൻ നിങ്ങൾക്ക് തയ്യാറായിക്കൂടെ? തയ്യാറാണ്. എപ്പോൾ 60-ാം വയസ്സിലോ? ഇനി ഞാൻ തയ്യാറല്ല മാഡം. നിങ്ങള് മോളുടെ കോളേജ് പഠിക്കുന്ന മോള് വേറെ ആൺകുട്ടികളെ കൊണ്ട് വിളിപ്പിച്ചിട്ടില്ലേ? ഒരു പരിചയമില്ലാത്തവരെ കൊണ്ട്. എന്റെ ക്ലോസ് ഫ്രണ്ടിന്റെ മോനാണ് ക്ലോസ് ഫ്രണ്ടിന്റെ മോനാണ്. അതെ എനിക്കറിയത്തില്ല. അതാണ് യോഗേശ്വര എന്ന് പറയും, ക്ലോസ് ഫ്രണ്ടിന്റെ മോനാണ്. അവിടെ കോളേജ് സെക്രട്ടറി ആയിരുന്ന അയാള്. വേറെ നിങ്ങളുടെ സുഹൃത്തിന്റെ മകനായിക്കോട്ടെ, അവനാണെങ്കിൽ പോലും എന്റെ മോളും ആ കോളേജിനാണ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ അതിനെത്ര മനസ്സിലായി മാഡം? നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. പക്ഷെ നിങ്ങൾ ഈ എല്ലാം മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരോടാണ് സംസാരിക്കാൻ ബുദ്ധിമുട്ട്. മാഡം അങ്ങനെ ഒരു അപകടം ഉണ്ടെന്ന് കരുതിയിട്ടല്ലല്ലോ ഞാൻ ഫോൺ ചെയ്യിച്ചത്. നിങ്ങൾ അപകടമാണെന്ന് തോന്നിയിട്ടില്ലല്ലോ? മോൾക്ക് തോന്നിയല്ലോ മേലെ ആരെയും കൊണ്ട് വിളിപ്പിക്കില്ലെന്ന് പറഞ്ഞില്ലേ? അതുമല്ല സാർ, വീട്ടിൽ വന്നാലുണ്ടല്ലേ പല പ്രാവശ്യം മോള് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ പുറത്ത് പോയിട്ട് ഇങ്ങനെ ആരുമായിട്ട് സംസാരിപ്പിക്കരുത്, ഫോൺ എടുത്ത് എൻ്റെ അടുത്ത് തരരുതെന്ന്. ഈ മോള് അച്ഛനെ ചില ദിവസം അച്ഛന് വണ്ടി വേണമെന്ന് പറയും, അപ്പോൾ എന്നെ ഒന്ന് കോളേജിൽ കൊണ്ടുവിടെന്ന് പറയും. കോളേജ് പകുതി വഴി ചെല്ലുമ്പോൾ മോള് പറയും, അച്ഛൻ ഇവിടെ നിർത്തിയിട്ട് അച്ഛൻ പൊക്കോന്ന് പറയും. ഒരൊറ്റ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തിയിട്ടില്ല, പെൺപിള്ളേരെ ആവട്ടെ ഒന്നും. അപ്പം മോക്ക് പേടിയാ, പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ആ പിള്ളേരെ എവിടെങ്കിലും വഴി വെച്ച് കണ്ടാൽ മതി, ഉടനെ അവിടെ പിടിച്ച് നിർത്തി അങ്ങ് സംസാരിപ്പിച്ചേക്കും.
പോകാൻ പറ്റാത്ത കണക്ക് അവിടെ നിന്നൊക്കെ നിർത്തി യാത്ര ചെയ്യുമ്പോൾ ബസ്സിനകത്ത് ട്രെയിനകത്ത് മൈസൂരിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ കാണത്തില്ല. അങ്ങ് പോയേക്കും. എവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരുടെ അങ്ങ് സംസാരം അവസാനം ഞങ്ങൾ വിളിക്കും, എന്തോ ഇത്രയും കൂടുതൽ സംസാരിക്കും. അത് ഞാൻ എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുവാടെ അതിൻ്റെ വിവരം അറിയാനാ. ഒരു കാര്യങ്ങൾ ഇത്രയും വർഷം കുഞ്ഞുങ്ങൾ പഠിച്ചല്ലേ, എഡ്യൂക്കേഷൻ്റെ ഒരു ഡീറ്റെയിൽ തന്നിട്ടില്ല. എന്തെങ്കിലും ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞറിയുമ്പോൾ ഒരു നമ്പർ തരും ഞങ്ങൾക്ക്. നമ്പർ തന്നിട്ട് പറയും ഇന്ന ആളിൻ്റെ അഡ്രസ്സാണ്, നമ്പറാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചോളൂ. ഇപ്പം ഞങ്ങൾ മൈസൂരിൽ താമസിക്കുന്നത്, എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കണം. ഫോൺ ചെയ്തിട്ട് ഒരു നമ്പർ തരുന്നു. ഞങ്ങൾ താമസിക്കുന്നിടത്ത് ആലിനള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ എനിക്ക് പരിചയമില്ല, ഒന്നുമില്ല. അപ്പൊ അംബിക ഇദ്ദേഹത്തിന്റെ ആ സുഹൃത്തു വിളിച്ചില്ല, ഞാൻ ഹെൽപ്പ് ഉപയോഗിച്ചില്ല. പുള്ളി നമ്പർ തന്നിട്ട് എഴുതി എടുത്തോളൂ. അപ്പം ഞാൻ ചോദിച്ചത് ആരുടെ നമ്പറാണ്? ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നമ്പറാണ്. ഇയാൾക്ക് അവിടെ അക്കൗണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞല്ലേ, ഇയാൾ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് അപ്പോൾ പുള്ളി വന്നിട്ട് എനിക്ക് അക്കൗണ്ട് എടുത്തോളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ നമ്പരും വേണ്ട, നിങ്ങളുടെ അക്കൗണ്ടും എനിക്ക് വേണ്ട. ഈ നമ്പറിൽ നിങ്ങൾ ഏത് രീതിയിലുള്ള എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത് എനിക്ക് പല പ്രാവശ്യം അനുഭവമായിട്ടുണ്ട്. ഞാൻ തന്നെ പോയിട്ട് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ആ നമ്പറിൻ്റെ ആവശ്യമില്ല. ഇനി മേലെ വേറൊരു ഫ്രണ്ടിൻ്റെ നമ്പർ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ധർമ്മരാജൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ജീവിതത്തിലെ പല അനുഭവങ്ങളും അവർ പറഞ്ഞു. സംശയമാണോ ധർമ്മരാജൻ? അത് നിങ്ങളെ കൂട്ടുകാരെ വിളിച്ച് ആ സ്ത്രീയുടെ കാപ്പി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു, ഒന്ന് തട്ടിയാലും മുട്ടിയാലും കുഴപ്പമില്ല, ഇതൊക്കെ നാട്ടു നടപ്പാണ്, നീ അങ്ങനെ ജീവിച്ചെന്നൊക്കെ ഒരു ഭാര്യയോട് പറയാൻ നിങ്ങൾക്ക് യാതൊരു ഉളുപ്പും ഇല്ലല്ലോ ധർമ്മരാജൻ. ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടറാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ കൂടെ ചെന്ന് നിന്ന് ആ സുഹൃത്തിനെ വിളിച്ചോണ്ട് പോയി, നിങ്ങളുടെ ഭാര്യയെ വിളിച്ചോണ്ട് പോയി, നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അയാൾ ആ ബാങ്കിന് അടുത്തുള്ള നിങ്ങൾ വളരെ മാന്യമായിട്ട് പെരുമാറുന്നതായിട്ട് മറ്റുള്ളവരെ അവര് ധരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എന്താണെന്നുള്ളത് ആ സ്ത്രീക്ക് മാത്രം അറിയാം, അല്ലേ? ഇപ്പം നിങ്ങളുടെ മക്കൾക്കും അറിയാം. ഇതുപോലെ ഒരുത്തന അയാളെങ്കിൽ കുഴപ്പമില്ലെന്നുള്ളതാണോ? അവര് പിന്നെ ഈ പരാതി പറയത്തില്ല. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തുകൊണ്ടോ ഇവര് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടും ഇവർ വീണ്ടും കടിച്ചു തൂങ്ങി ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഈ ജീവിതത്തിൽ തന്നെ നിൽക്കുന്നല്ലോ. കുറെ കള്ളത്തരം അവരുടെ ഭാഗത്തുണ്ടാവുമെന്ന് ഞങ്ങൾ എല്ലാവരും ഒന്നുപോലെ ധരിച്ചു. മനസ്സിലായില്ലേ? ഇത്രയും ഇതായിട്ട് ഇവർ നിൽക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ സമ്പത്ത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കണം, അല്ലേ? ശരി. അതല്ല, അവരധ്വാനിച്ച് നിങ്ങളെപ്പോലെ തുല്യമായിട്ട് കുടുംബം പോയിട്ട ഒരു സ്ത്രീയാണ്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് രക്ഷപ്പെട്ടു പോകാം. അവരെവിടെയോ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾ തന്നെ വേണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ്, അല്ലേ? പക്ഷെ അവരുടെ ജീവിതത്തിന് യാതൊരു വാല്യൂവും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കോ ഭാര്യ എന്നുള്ള നിലയ്ക്കോ നിങ്ങളുടെ കൊച്ചുങ്ങളുടെ അമ്മ എന്നുള്ള നിലയ്ക്കോ നിങ്ങൾ ഒട്ടും കൊടുക്കാതെ വളരെ കൂളായിട്ട് തെറ്റുപറ്റിപ്പോയി. അത് നിങ്ങളുടെ ജീവിതകാലം നേരെ ആവത്തില്ല കേട്ടോ ധർമ്മരാജൻ. എന്താ ശരി? എന്താ ശരി? ശരി. ഞാൻ തനിയെ ഞാൻ അയാളോട് പറഞ്ഞിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. എല്ലാം മാറി സുഖമായിട്ട്. അപ്പൊ അയാളുടെ വീട്ടിൽ താമസിക്കാൻ ചെല്ലുന്നൊരു പരാതി അയാൾ പറഞ്ഞിട്ടുണ്ട്. അതെ, ക്വാർട്ടേഴ്സിലായതുകൊണ്ട് ഇപ്പോൾ ഈ മാസം ക്വാർട്ടേഴ്സ് കാലി ചെയ്താൽ ഞാൻ എവിടെ പോകും? വേണ്ട, ഇനി അങ്ങോട്ട് വരണ്ട, ഇനി പറ്റത്തില്ല. അല്ല അംബിക, അങ്ങനെ പറയരുത് അംബിക. ഇല്ല, അങ്ങനെ പറഞ്ഞു പോകത്തില്ല. ഇല്ല, അങ്ങനെ നേരെ ആവാമെന്നാണ് പറയുന്നത്, അല്ലേ ധർമ്മരാജൻ? നിങ്ങൾ നേരെ നേരെയാണ്, 100% നേരെയാവും. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനി യാതൊരു തരത്തിലും അത്തരം മോശമായ പെരുമാറ്റങ്ങളൊന്നും ഉണ്ടാകരുത്. നിങ്ങൾ ഒരുപാട് നിങ്ങളെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ അവർക്ക് വയ്യാതിരുന്നപ്പം ചോറ് വാരി കൊടുത്തത് മുതൽ അവര് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ അടുക്കളയിൽ കയറി പാചകം ചെയ്ത്, അതുപോലെ തന്നെ അവർ പല കാര്യങ്ങളും നിങ്ങളോട് ക്ഷമിച്ചത് അത്ര സ്നേഹമായിട്ടാണ് നിങ്ങൾ പെരുമാറിയിട്ടുള്ളത്. നിങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടില്ല. നിങ്ങളെ പോലെ സ്നേഹമുള്ള ഒരു ഭർത്താവില്ല. അതുകൊണ്ടാണ് അതിന് എന്തെങ്കിലും ഒരു വീഴ്ച നിങ്ങൾക്ക് സ്നേഹത്തിന്റെ കാര്യത്തിൽ പറ്റിയിരുന്നെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞോ. അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ്. ഈ ഒരു പോരായ്മ എന്ന് പറയുന്നത് വിദഗ്ധമായ ഒരു ചികിത്സ അതൊക്കെ ആവശ്യമാണ്, ഒരു കൗൺസിലിംഗ് ഒക്കെ ആവശ്യമാണ്. അതിനൊക്കെ നിങ്ങൾ സമ്മതിക്കണം. അയാൾ പറയുന്നതിന് ഏതിനും ഞാൻ തയ്യാറാണ്. ഇപ്പോൾ ഒരുപാട് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് അംബിക നമ്മുടെ മുമ്പിൽ വന്നത്. അംബിക ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ കേട്ടു. അതിനകത്ത് ഒരിക്കലും നമുക്ക് നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്തതായിട്ട്, നമുക്ക് കേൾക്കാൻ പോലും പറ്റാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എങ്കിൽ പോലും ധർമ്മരാജൻ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ അദ്ദേഹം മനസ്സിലാക്കുകയും അത് പൂർണ്ണമായിട്ടും തിരുത്താൻ സന്നദ്ധനാവുകയും ചെയ്തിരിക്കുകയാണ്. മാത്രവുമല്ല, ഒരു അവസരത്തിൽ പോലും ധർമ്മരാജൻ്റെ മനസ്സിൽ ഈ കുടുംബം വിട്ട് ജീവിക്കണമെന്നൊരു ചിന്ത ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ സാഹചര്യങ്ങളുടെയും മറ്റ് പല കാര്യങ്ങളുടെയും പേരിൽ ഇങ്ങനെ കുറച്ച് വേർപെട്ട് നിൽക്കേണ്ടി വന്നു. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അംബികയ്ക്ക് ഇതുവരെ സംഭവിച്ചിട്ടുള്ള ദുരിതങ്ങളും ഒരു പ്രത്യേക കാര്യത്തിൽ
അതിനി ആവർത്തിക്കില്ല എന്ന് അദ്ദേഹം ആണയിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ധർമ്മരാജന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് മനുഷ്യത്വപരമായിട്ടുള്ള നിലപാടിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അത് മാറ്റുക കേട്ടോ. അദാലത്തിലേക്ക് പോവുകയാണ്. അംബിക കുമാരി തന്ന പരാതിയിൽ പറഞ്ഞ തർക്ക വിഷയങ്ങൾ ധർമ്മരാജനുമായി താഴെ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു. 1. കുടുംബജീവിതം നയിക്കുമ്പോൾ ഒരു ഭർത്താവോ ഒരു പിതാവോ എങ്ങനെ ആവരുത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ധർമ്മരാജൻ ഇതുവരെയും. അത്തരം തെറ്റുകൾ ഇനി മുതൽ ആവർത്തിക്കുകയില്ല എന്ന് ധർമ്മരാജൻ സമ്മതിച്ചിരിക്കുന്നു. 2. മകളുടെ വിവാഹത്തിന് തുടർന്നുള്ള ഭാവി ജീവിതത്തിനും വേണ്ട സാമ്പത്തിക സഹായങ്ങളും കടമകളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി നിറവേറ്റാമെന്ന് ധർമ്മരാജൻ സമ്മതിച്ചിരിക്കുന്നു. 3. തനിക്കെതിരായി ഉന്നയിച്ചിട്ടുള്ള ലൈംഗിക വൈകൃതങ്ങൾ, ദാറ്റ് ഈസ് സെക്ഷൽ ഡീവിയേഷൻ എന്നാണ് നമ്മൾ അതിൻ്റെ കൊടുത്തിരുന്നത്. തനിക്കെതിരായി ഉന്നയിച്ചിട്ടുള്ള ലൈംഗിക വൈകൃതങ്ങൾ ഒന്നും നിഷേധിച്ചിട്ടില്ലാത്തതും ഇനിമേൽ ആവർത്തിക്കുകയില്ലെന്നും ഉറപ്പു നൽകുന്നു. ധർമ്മരാജൻ റിട്ടയർ ചെയ്തപ്പോൾ ലഭിച്ച 2 ലക്ഷം രൂപ അംബികാകുമാരിയുടെയും ധർമ്മരാജൻ്റെയും പേരിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി നിക്ഷേപിക്കാമെന്ന് ധർമ്മരാജൻ സമ്മതിച്ചിരിക്കുന്നു. 5. അംബികാകുമാരിയും ധർമ്മരാജനും തമ്മിലുള്ള ഭാര്യാഭർത്തൃ ബന്ധം സുഗമമായി തുടരേണ്ടതാണ്. 6. ഇരുകൂട്ടരുടെയും ബന്ധുമിത്രാദികളെ സന്ദർശിക്കുന്നതിന് സകുടുംബം പോകാമെന്ന് ധർമ്മരാജൻ സമ്മതിച്ചിരിക്കുന്നു. എന്തായാലും അംബികയുടെയും ധർമ്മരാജൻ്റെയും പ്രശ്നം നല്ല സന്തോഷമായിട്ട് തന്നെ അവസാനിപ്പിക്കാൻ സാധിച്ചു. അവരുടെ മക്കളുടെ കാര്യം കുറച്ച് നാളെടുക്കും. മക്കൾക്ക് കാര്യങ്ങളെല്ലാം പഴയതുപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവർ വിശ്വസിച്ചിരുന്നത് പോലെയുള്ള അച്ഛനിലേക്ക് മടങ്ങിയെത്താൻ അതങ്ങനെ തന്നെ ആകുമെന്നാണ് ഞങ്ങളുടെയും വിശ്വാസം. വീണ്ടും ജീവിതം സാക്ഷിയിലൂടെ കാണാം. നമസ്കാരം.